കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ച് UDF അത് പിടിക്കാൻ കഴിഞ്ഞതിൽ ചുക്കാൻ പിടിക്കാൻ ഞാനും കൂടി ഉണ്ടായിരുന്നു, ഞാനും അതിനൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ അഭിമാനത്തോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് മേയർ പദവി കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതൊക്കെ അതൊരു പ്രസക്തമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് കിട്ടണമെന്ന് നേതൃത്വം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് തരുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊക്കെ ഉള്ളതോ അല്ലെങ്കിൽ പാർട്ടി പ്രോസസ്സ് നടത്തിയതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പാർട്ടിയുടെ നേതൃത്വം വിലയിരുത്തട്ടെ. എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകമായി ഒന്നും പറയാനില്ല. കോർ കമ്മിറ്റി വിളിച്ചു കിട്ടാതെ ഏകപക്ഷീയമായി മേയറെ പ്രഖ്യാപിച്ചു. ദീപ്തിയെ വെട്ടാനുള്ള അജണ്ടയാണ് നടപ്പാക്കിയത്. അജയ് തറയിൽ പറഞ്ഞതാണ്. അല്ല, അത് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അല്ല, കൊച്ചിയിലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് UDF നേതൃത്വമാണ്. കോൺഗ്രസിന്റെ നേതൃത്വം ഒരു പവർ ഗ്രൂപ്പ് ആണെന്നാണല്ലോ ഇപ്പൊ തെളിയിച്ചിരിക്കുന്നത്. UDF ഇത്രയും 46 സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി പോലും വലിയ ഷോക്കാണ് CPMന്റെ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അവർക്ക്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. ഈ KPCC നിരീക്ഷകൻ വന്നില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ അവിടെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പ് നേതാക്കളാണ്. ഈ കണക്കടക്കം പുറത്തേക്ക് വന്നത് ഏത് വഴിയാണെന്ന് വളരെ കൃത്യമായിട്ട് കണക്ക് എനിക്കറിയില്ല. കാരണം കണക്ക് ഞാൻ കണ്ടിട്ടില്ല, എന്നെ കാണിച്ചിട്ടില്ല, കോർ കമ്മിറ്റിയും കണ്ടിട്ടില്ല. എനിക്കതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ ഒരു കണക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണക്ക് പറഞ്ഞ ആളോട് അതൊന്ന് വിശദീകരിക്കാൻ പറയണം. അതായിരിക്കും നല്ലത്. നിരീക്ഷകൻ പങ്കെടുക്കാത്ത യോഗത്തിൽ 2 ഗ്രൂപ്പ് നേതാക്കളെ വെച്ച് തീരുമാനമെടുത്തതിൽ തന്നെ ഗുരുതരമായ വീഴ്ച DCCക്ക് സംഭവിച്ചിട്ടില്ലേ? KPC സർക്കുലർ അനുസരിച്ച് വേണമായിരുന്നു ആ പ്രോസസ്സ് നടത്താൻ. അത് നടത്തിയില്ല. ആവർത്തിച്ച് KPCCയുടെ നോംസ് ലംഘിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മാഡം പ്രധാനമായിട്ടും വിരൽ ചൂണ്ടുന്നത് DCC നേതൃത്വത്തിനെതിരല്ല. അത് ഓപ്പണായിട്ട് പറയാനൊരു പ്രശ്നമുണ്ടോ? അല്ലേ, KPCCയുടെ അല്ല, ഒരാളല്ലല്ലോ ഇത് ഒരു കോർ കമ്മിറ്റി ഇതിനുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഒരു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇന്നലെ അത് കോർ കമ്മിറ്റി വിളിച്ച് അതിന് മുൻപൊരു പ്രഖ്യാപനം, ഈ അഭിപ്രായ വോട്ടെടുപ്പ് തേടിയതിന് ശേഷം കോർ കമ്മിറ്റി വിളിക്കുകയും അതിലൊരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഉണ്ടാവുകയും എന്നിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നായിരുന്നു എന്നോട് അറിയിച്ചിരുന്നത്. ഞാനും കോർ കമ്മിറ്റി അംഗമാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെ കോർ കമ്മിറ്റി വിളിച്ചിട്ടില്ല. അതെന്താണ് വിളിക്കാത്തതെന്നുള്ളത് അത് DC പ്രസിഡന്റ് തന്നെ പറയട്ടെ. എനിക്കറിയില്ല എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത്. അത് നേതാക്കന്മാരെ ഫോണിൽ വിളിച്ച് ചോദിക്കാനല്ല പറഞ്ഞിരുന്നത്. കോർ കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതായിരുന്നു കൂട്ടായി എടുത്ത ഒരു ധാരണ അതായിരുന്നു. അങ്ങനെ നടന്നതായിട്ട് അറിയില്ല. കോർ കമ്മിറ്റി അങ്ങനെ വിളിച്ചതായിട്ട് എനിക്കറിയില്ല. വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.